അല്ലാഹു 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 അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. പർദയെയും മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തെയും മുതിർന്ന എഴുത്തുകാരും ചിന്തകരും സിനിമാ മേഖലയിലുള്ളവർ പോലും പ്രശംസിക്കാറുണ്ട്. അത് സ്ത്രീയുടെ സുരക്ഷയുടെയും അച്ചടക്കത്തിന്റെയും വസ്ത്രമാണെന്ന് അവർ തുറന്നു പറയുന്നു. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തെ, പർദയെയും മഫ്തയെയും ഹിജാബിനെയും പ്രശംസിക്കുകയും അത് ധരിക്കുകയും ചെയ്ത ചില പ്രശസ്തരെ പരിചയപ്പെടാം. ഒന്ന്, കവിയത്രിയായ മാധവിക്കുട്ടി എന്ന കമല സുരയ്യ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പർദ ധരിച്ചിരുന്നു. ആ ഒരു സംഭവം അവർ വിവരിക്കുന്നു. എത്രയോ കാലം 10-30 കൊല്ലം ഞാൻ പർദ ധരിച്ചു. ട്രാവൽ ചെയ്യുമ്പോ രണ്ട്, സിനിമാ നടിയായ നമിത പ്രമോദ് പർദ ധരിക്കുന്നതിലൂടെ തനിക്കുണ്ടായ നല്ല നിമിഷങ്ങളെ സംബന്ധിച്ച് ഒരു ചാനൽ പരിപാടിയിൽ മനസ്സു തുറക്കുകയാണ്. മൂന്ന്, സിനിമാ നടിയായ മരീന മൈക്കിൾ താൻ പർദ ധരിച്ചതിനെ പറ്റിയുള്ള നല്ല അനുഭവങ്ങൾ അവർ തുറന്നു പറയുന്നു. ഞാൻ ഈ രൂപത്തിൽ പോകുന്നതും പർദ്ദയിട്ട് പോകുന്നതും രണ്ടാ. പർദ്ദയിട്ട് പോയ ഒരു മനുഷ്യനെന്ന് നോക്കപോലും. ഇതുപോലെ പ്രശസ്ത ഗായകനായ യേശുദാസും ജീൻസ് ധരിക്കുന്ന സ്ത്രീകളെ വിമർശിക്കുകയും മാന്യമായ നല്ല വസ്ത്രധാരണം ശീലമാക്കാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം എത്ര മാന്യതയാണ്, സുരക്ഷിതത്വമാണ് അവർക്ക് നൽകുന്നത്. ഇത്തരം സെലിബ്രിറ്റികൾ വരെ പർദ ധരിക്കുന്നതിലൂടെയുണ്ടായ നല്ല അനുഭവങ്ങളും നല്ല ശീലങ്ങളും തുറന്നു പറയുമ്പോൾ ഇസ്ലാമിക വിരോധികൾ ഒന്ന് കണ്ണു തുറക്കട്ടെ. ഇസ്ലാമിലെ ഹിജാബിന്റെയും അതുപോലെ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്റെയും മഹത്വവും സുരക്ഷിതത്വവും അവർ മനസ്സിലാക്കട്ടെ, ചിന്തിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന